ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം AI വീഡിയോസും റീയൂസ്ഡ് കണ്ടന്റും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ള ഒരു ധാരണ നിങ്ങളിൽ പലർക്കും ഉണ്ടാകും. എന്നാൽ അത് ശരിയായ വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ 2026 നിങ്ങൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും AI വീഡിയോസിനും റീയൂസ്ഡ് കണ്ടന്റിനും തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ കിട്ടും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോസിൽ പറയുന്നത്. പ്രധാനമായും AI വീഡിയോസ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, എസ്പെഷ്യലി ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനിന്നൊക്കെ നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ വീഡിയോസുകൾ കട്ടായിട്ട് 15 സെക്കൻഡിന്റെ കട്ടായിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ അത് എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ നോർമലി AI വീഡിയോസ് ഒക്കെ നിർമ്മിക്കുമ്പോൾ നിങ്ങളിൽ പലരും ചെയ്യുന്നത്. ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങളുടേതായ ഒരു കണ്ടന്റും ഇല്ല എന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് മെഷീൻ മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്തരം ജെമിനിയിൽ നിന്നായാലും ചാറ്റ് GPT നിന്നായാലും ഒക്കെ നിങ്ങൾ AI വീഡിയോസ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടേതായ എന്തെങ്കിലും അതിൽ എഡിറ്റിംഗിൽ ആയാൽ പോലും, എക്സ്പെഷ്യലി വോയിസ് ഓവർ ആയാൽ പോലും നിങ്ങളുടേതായ ഒരു ടച്ച് അതിൽ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും വീഡിയോസുകൾക്ക് ഇടയിലാണ് ഈ AI ചേർക്കുന്നതെങ്കിൽ 100% നിങ്ങൾക്ക് ഇത് കിട്ടും. അതല്ലെങ്കിൽ കൃത്യമായ വോയിസ് ഓവറുകളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിൽ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ഇതിൽ നിങ്ങളുടേതായ ഒരു സംഭാവന ഉണ്ട് എന്ന് അറിയുമ്പോഴാണ്. അല്ലാതെ ഇത് വെറും ഒരു മെഷീൻ വർക്ക് മാത്രമായി നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാത്തത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ AI വീഡിയോസ് കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി മറ്റൊന്ന് റീയൂസ്ഡ് എന്ന് പറയുന്നതാണ്. എന്താണ് റീയൂസ്ഡ് എന്നുള്ളത്? ഒരാൾ ഉപയോഗിച്ച വീഡിയോസ് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ റീയൂസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റീയൂസ്ഡ് കണ്ടന്റ് പോലും അതേപോലെ എടുത്ത് നിങ്ങൾ 50% ആയാലും, നിങ്ങൾ 25% ആയാലും, നിങ്ങൾ 20% പോലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ കാണിച്ചാൽ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഉപയോഗിക്കാം. എത്തരത്തിലാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ അതിന് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇടുക എന്നുള്ളതാണ്. എന്താണ് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? നിങ്ങളൊരു ഡോക്യുമെന്ററി പോലെയാണോ? നിങ്ങളൊരു ട്രോൾ വീഡിയോസ് പോലെയാണോ? അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് പോലെയാണോ കാണിക്കുന്നതെങ്കിൽ സ്ക്രീൻ മുഴുവൻ കാണിക്കാതെ സ്ക്രീനിന്റെ ഈ ചെറിയൊരു ഭാഗത്ത് മാത്രമായി കാണിച്ചുകൊണ്ട് അതിന് വ്യക്തമായിട്ടുള്ള അതിന് എക്സ്പ്രഷനും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ഡയലോഗുകളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റും മോണിറ്റൈസേഷൻ കിട്ടും എന്നുള്ളതാണ്. അതായത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പൂർണ്ണമായും റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിക്കുക എന്നുള്ളതല്ല പറയുന്നത്. വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ചില മസാലകൾ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലും ഉപയോഗിക്കാം എന്നുള്ളതാണ്. 2026 ഒരുപാട് AI ആപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് 100% യൂട്യൂബിൽ ഉപയോഗിക്കാം. അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിലാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ കിടക്കുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങളുടേതായ ഒരു സംഭാവനയും ഇല്ലാതെ, അതായത് AI വീഡിയോസിൽ നിങ്ങളുടെ വോയിസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ എഡിറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ലാതെ, അല്ല എന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇത്തരത്തിൽ റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സ്ക്രീൻ മുഴുവൻ കാണിക്കുക എന്നുള്ള തരത്തിലേക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് ചാനലുകൾ ഇത്തരത്തിൽ റൺ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സംശയം അത് തന്നെയായിരിക്കും. അവർക്ക് മോണിറ്റൈസേഷൻ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അതിന്റെ പുറകിലൊക്കെ ഇത്തരം അധ്വാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിരവധി മോണിറ്റൈസേഷൻ വർക്കുകൾ നമുക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ പലർക്കും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാതിരിക്കുന്ന കാരണങ്ങൾ ഇത്തരത്തിലുള്ളതായതുകൊണ്ടാണ്. എക്സ്പെഷ്യലി നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. ഒരു ഫോട്ടോയും വോയിസ് ഓവറും മാത്രം നൽകിക്കൊണ്ടുള്ള ചാനലുകൾക്ക് ഒന്നും തന്നെ ഇപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത്തരം ചാനലുകൾ എക്സ്പെഷ്യലി ഡോക്യുമെന്ററി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അത്തരം ചാനലുകൾ മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതും കൂടെ വ്യക്തമായി മനസ്സിലാക്കുക. നിരന്തരമായിട്ട് നമുക്ക് ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയ സന്തോഷത്തിൽ പലരും ചാനൽ വർക്കുകൾ തരുമ്പോൾ എന്ത് പറയാം, തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടാതെ വരുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ എക്സ്പെഷ്യലി ഈ ഒരു കാര്യം ആദ്യം അറിഞ്ഞിരുന്നാൽ പിന്നീട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒന്നും തന്നെ ആവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വർക്കുകളും, അതായത് നിങ്ങൾക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ വർക്കുകളായാലും, യൂട്യൂബ് ചാനൽ ഹാക്ക് ആയതായാലും, അപ്പീൽ വീഡിയോ, റീയൂസ്ഡ് കണ്ടന്റ് എന്ന് തുടങ്ങുന്ന ഏത് യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യണമോ, നിങ്ങളുടെ ചാനൽ സെറ്റിംഗ്സ്, ചാനൽ ചെക്കിങ് തുടങ്ങിയ എല്ലാവിധ വർക്കുകളും 100% ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം സർവീസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.